കേവ് എക്സ്പ്ലോറേഷൻ ലോകത്തിലെ ഏറ്റവും സാഹസം നിറഞ്ഞ വിനോദങ്ങളിൽ ഒന്നാണിത്. അതോടൊപ്പം ഏറ്റവും അപകടം പിടിച്ച ഒന്നും. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം ഗുഹാ പരിവേഷണവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഞെട്ടിക്കുന്ന കഥകളാണ് നമ്മൾ കാണുന്നത്. 1973 മാർച്ച് 24 20 വയസ്സുകാരനായ പ്രൈവറ്റ് റാണ്ടൽ ബ്രൗൺ അലബാമയിലെ ഫോർട്ട് റക്കിലാണ് താമസം. അവൻ അന്ന് പുലർച്ചെ ഉണർന്നു. കാരണം അവധി ദിവസങ്ങൾ അവന് വളരെയേറെ വിലപ്പെട്ടതാണ്. അവധി ദിവസങ്ങൾ വെറുതെ ഉണ്ടും ഉറങ്ങിയും പാഴാക്കുന്ന സ്വഭാവക്കാരനല്ലായിരുന്നു അവൻ. അന്ന് റാണ്ടലും മറ്റൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഡാനിയൽ ഹേസിയും കഴിഞ്ഞ ആഴ്ച തങ്ങൾ വനത്തിൽ വെച്ച് യാദൃശികമായിട്ട് കണ്ടെത്തിയ വലിയൊരു ഖനിയിലേക്ക് പോകുവാനും അതിൻ്റെ ഉൾവശം പരിവേഷണം ചെയ്യുവാനുമായിട്ട് തീരുമാനിച്ചു. ഉപേക്ഷിക്കപ്പെട്ട ആ ഖനി അലബാമയിലെ ഇടതൂർന്ന കാടിൻ്റെ ഉള്ളിൽ പതിറ്റാണ്ടുകളായിട്ട് ആരുടെയും ശ്രദ്ധയപ്പെടാതെ മറഞ്ഞു കിടന്നിരുന്നു. 1800കളിൽ ഇരുമ്പയിര് ഖനനം ചെയ്യുന്ന നിരവധി ഖനികൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നുവെന്നും പിന്നീട് അവയെല്ലാം ഉപേക്ഷിക്കപ്പെട്ടുവെന്നും പ്രാദേശികമായിട്ടുള്ള കഥകൾ പറയുന്നു. ഇതിനോടകം മിക്ക ഖനികളും കാലപ്പഴക്കം കാരണം മണ്ണിടിഞ്ഞു വീണ് നശിച്ചു പോയിരുന്നു. ചിലത് മാത്രമാണ് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത്. റാണ്ടലിന് ഇത്തരം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളോട് ഒരു വലിയ ആകർഷണമുണ്ടായിരുന്നു. മിനസോട്ടയിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് അവൻ വളർന്നത്. ചെറുപ്പം മുതലേ അവന് പഴയ കളപ്പുരകളും അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ഫാം ഹൗസുകളും പരിവേഷണം ചെയ്യുവാനായിട്ട് വലിയ ഇഷ്ടമായിരുന്നു. കാടുകൾ കയ്യേറിയ മനുഷ്യപ്രയത്നങ്ങളുടെ അടയാളങ്ങൾ കണ്ടുപിടിക്കുന്നത് അവന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. പിൽക്കാലത്ത് സൈന്യത്തിലെ കർക്കശമായിട്ടുള്ള ജീവിതം അവൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വലിയ മാറ്റം വരുത്തിയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുവാനുള്ള ആഗ്രഹത്തിന് മാത്രം യാതൊരു കുറവും വരുത്തിയില്ല. കഴിഞ്ഞ ആഴ്ചയിലെ അവധി ദിവസമാണ് റാണ്ടലും ഡാനിയൽ ഹേസിയും ഈ ഖനി കണ്ടെത്തിയത്. അന്ന് തന്നെ അവർ ഏകദേശം 15 മീറ്ററോളം ഉള്ളിലേക്ക് പോയി നോക്കിയിരുന്നു. അതിനുശേഷം മതിയായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അടുത്ത ആഴ്ച സംഘടിപ്പിച്ചുകൊണ്ട് മടങ്ങി വന്ന് കൂടുതലായിട്ട് പരിവേഷണം നടത്തുവാനായിട്ട് തീരുമാനിച്ചു. ആ ഗുഹയുടെ ആഴത്തിലുള്ള കാഴ്ചകൾ എന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷ മൂലം അവർക്ക് ആ ആഴ്ച നേരെ ചൊവ്വേ ഉറങ്ങുവാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ രണ്ടാമത്തെ പരിവേഷണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി അവർ ആ ആഴ്ച ചെലവഴിച്ചു. ഖനിയിൽ ഇറങ്ങുവാനായിട്ട് മിലിറ്ററി ഗ്രേഡിലുള്ള ഫ്ലാഷ് ലൈറ്റുകൾ, കയർ, സുരക്ഷാ ഉപകരണങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാം അവർ ശേഖരിച്ചു. എന്നാൽ മറ്റൊരു കാര്യം, ഈ രണ്ടു പേർക്കും ഗുഹകൾ പരിവേഷണം ചെയ്യുവാനോ ഖനികൾക്കുള്ളിൽ എങ്ങനെ സുരക്ഷിതമായിട്ട് ഇറങ്ങണമെന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള പരിശീലനം കിട്ടിയിരുന്നില്ല. അവർക്ക് ആകെയുള്ളത് സൈനിക പരിശീലന പശ്ചാത്തലം മാത്രമാണ്. അതുമൂലം ഏത് വെല്ലുവിളികളെ നേരിടുവാനായിട്ട് കഴിയുമെന്ന ആത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പും. അതുകൊണ്ട് തങ്ങളുടെ പരിചയക്കുറവിനെ വകവയ്ക്കാതെ ആ അപകടങ്ങളെ നേരിടുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഇടതൂർന്ന വനത്തിലൂടെയുള്ള അവരുടെ യാത്രയ്ക്ക് തന്നെ 40 മിനിറ്റ് എടുത്തു. പുരാതനമായിട്ടുള്ള പൈൻ മരങ്ങൾ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിന്നു. ഇടതൂർന്ന മരക്കൂട്ടങ്ങൾ സൂര്യപ്രകാശത്തെ അരിച്ചാണ് കയറ്റിവിട്ടത്. അവരുടെ ബൂട്ടുകൾക്ക് താഴെയുള്ള മൃദുവായ മണ്ണിൽ തിരിച്ചറിയുവാൻ കഴിയാത്ത വന്യജീവികളുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. ഈ പ്രദേശം നാഗരികതയിൽ നിന്നും വളരെ വളരെ അകലെ കാടുകളാൽ ചുറ്റപ്പെട്ട ഒന്നായിരുന്നു. സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ അവർ ഖനിയുടെ പ്രവേശന കവാടത്തിലെത്തി. ഈർപ്പമുള്ള മണ്ണിന്റെയും ചീഞ്ഞ മരങ്ങളുടെയും ഗന്ധം അതിൽ നിന്നും പുറത്തേക്ക് വന്നു. രണ്ടുപേരും ഫ്ലാഷ് ലൈറ്റുകളും മറ്റ് ഗിയറുകളും പരിശോധിച്ച് ഗുഹയുടെ ഉള്ളിലെ ഇരുട്ടിലേക്ക് നടന്നു. തുടക്കത്തിൽ അവർ കടന്നുപോയ ഭാഗം വളരെ സുരക്ഷിതമായിരുന്നു. ഖനിയുടെ മേൽക്കൂരയെ താങ്ങി നിർത്തുവാനായിട്ട് തടികൊണ്ടുള്ള താങ്ങുകൾ ഓരോ അടി അകലത്തിലുണ്ടായിരുന്നു. അതിനു മുകളിലായിട്ട് മണ്ണിനെ താങ്ങി നിർത്തുവാനുള്ള പ്രതലവും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ഇരുവശവുമുള്ള ഭിത്തികളാകട്ടെ പാറയും മണ്ണുമായിരുന്നു. അപ്പോഴാണ് ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ദൂരേക്ക് നീണ്ടു പോകുന്ന ഒരു തുരങ്കം അവർ കണ്ടത്. ഈ ഖനി ഉള്ളത് ഒരു കുന്നിന്റെ മുകളിലാണ്. അവർ കണ്ടെത്തിയ തുരങ്കമാകട്ടെ കുന്നിന്റെ ചെരുവിലേക്ക് നേരെ താഴേക്കാണ് നീണ്ടു പോകുന്നത്. അവിടേക്ക് ഇറങ്ങുവാനായിട്ട് ഇരുവരും തീരുമാനിച്ചു. ആദ്യത്തെ 30 മീറ്റർ, അതായത് 98 അടിയോളം യാത്ര അവർ വിചാരിച്ചതുപോലെ വളരെ സുഖമായിരുന്നു. എന്നാൽ കൂടുതൽ ഉള്ളിലേക്ക് പോകും തോറും കാര്യങ്ങൾ മാറി മറിഞ്ഞു. അത്രയും നേരം വരെ മേൽക്കൂരയെ താങ്ങി നിർത്തിയിരുന്ന തടിത്താങ്ങുകളുടെ എണ്ണം കുറഞ്ഞു. അവയിൽ ചിലതിന് ഇതിനോടകം കേടുപാടുകൾ സംഭവിച്ചിരുന്നു. വെള്ളം അടിച്ചിറങ്ങിയ പാടുകൾ ഭിത്തിയിൽ കാണാമായിരുന്നു. ചെറിയ തോതിൽ മണ്ണും കല്ലുകളും ഇടിഞ്ഞു വീണ് അവിടെ ഇവിടെയായിട്ട് കൂമ്പാരങ്ങൾ കാണാം. ചുരുക്കി പറഞ്ഞാൽ തുരങ്കത്തിന്റെ അവസ്ഥ വളരെ മോശമായിട്ട് വരികയാണ്. റാണ്ടലാണ് ആ സമയത്ത് മുൻപിൽ നടക്കുന്നത്. തനിക്ക് കിട്ടിയ സൈനിക പരിശീലനം അവന് വലിയ ആത്മവിശ്വാസം നൽകി. എന്നാൽ നൂറ്റാണ്ടുകളായിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഖനികളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അവന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. തിരതല്ലുന്ന ആവേശമായിരുന്നു ഇരുവർക്കും. അതുകൊണ്ട് അപകടത്തെക്കുറിച്ച് ചിന്തിക്കുവാനൊന്നും അവർ തയ്യാറുമായില്ല. അതിനുശേഷം ആ തുരങ്കം വഴിതിരിഞ്ഞ് ഏകദേശം 90 മീറ്ററോളം, അതായത് 295 അടിയോളം ദൂരത്തിൽ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. ഈ ഭാഗം അന്നുള്ളവർ നിർമ്മിച്ചത് ഖനിയുടെ പ്രധാന പ്രവേശന കവാടത്തെക്കാളും വളരെ മോശമായിട്ടായിരുന്നു. ഇവിടെയുള്ള തുരങ്കത്തിന്റെ ഭാഗം വളരെ ഇടുങ്ങിയതായിരുന്നു. അതുകൊണ്ട് രണ്ടു പേർക്കും നന്നായിട്ട് കുനിഞ്ഞു നടക്കേണ്ടി വന്നു. മാത്രവുമല്ല, ഇവിടെയുള്ള താങ്ങുകൾ മുൻപുള്ളതുപോലെ ആയിരുന്നുമില്ല. അത് അടുത്തായിരുന്നില്ല, മറിച്ച് സാമാന്യം നല്ല അകലത്തിലായിരുന്നു. അവയിൽ പലതിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഭിത്തികളാകട്ടെ പൂർണ്ണമായിട്ട് മണ്ണാണ്.
പേരിന് പോലും അവിടെ ചെറിയ പാറകളില്ലായിരുന്നു. അവിടെ ഇവിടെയായിട്ട് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞു വീണ അടയാളങ്ങളും കാണാം. നിലം ഈർപ്പം മൂലം വളരെ മൃദുവായിട്ട് കാണപ്പെട്ടു. ഇതെല്ലാം അപകട സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. എന്നാൽ എല്ലാവിധ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അവർ നേരെ മുൻപോട്ട് പോയി. ഈ സാഹസിക യാത്ര അവർ പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു. മുൻപിൽ കാണപ്പെട്ട വെല്ലുവിളികൾ അവരിൽ ഭയമല്ല, മറിച്ച് ആവേശമാണ് ഉണ്ടാക്കിയത്. ഏതു വിധേനയും തുരങ്കത്തിന്റെ അവസാന ഭാഗത്ത് എത്തണമെന്ന് അവർ ഉറപ്പിച്ചു. കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് പോകും തോറും തുരങ്കത്തിന്റെ മേൽക്കൂരയും താങ്ങുകാലുകളും കൂടുതൽ മോശമായിട്ട് കാണപ്പെട്ടു. ഉറച്ച മണ്ണാണെന്ന് അവർക്ക് തോന്നിയതൊക്കെ സത്യത്തിൽ അയഞ്ഞ മണ്ണും വളരെ ചെറിയ പാറകളുമായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെയുള്ള ദുർബലമായിട്ടുള്ള തടി താങ്ങുകൾക്ക് മുകളിലുള്ള ഭാരത്തെ താങ്ങുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അങ്ങനെ ഏകദേശം 90 മീറ്റർ ദൂരം അവർ താണ്ടിയപ്പോഴാണ് അത് സംഭവിച്ചത്. റാണ്ടൽ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മുൻപിലായിട്ട് ഒരു വലിയ അറ കണ്ടു. അവിടേക്ക് ഇറങ്ങുവാനായിട്ട് അവൻ നീങ്ങിയതും അടുത്ത നിമിഷം തുരങ്കത്തിന്റെ മേൽക്കൂര പൊടുതിനെ താഴേക്ക് ഇടിഞ്ഞു വീണു. കല്ലുകളും മണ്ണും തുടർച്ചയായിട്ട് അവിടേക്ക് വീഴുവാൻ തുടങ്ങി. അതോടൊപ്പം 10 അടിയോളം നീളം വരുന്ന നിലത്തിന്റെ ഒരു ഭാഗവും പെട്ടെന്ന് താഴേക്കിരുന്നു. കഷ്ടകാലത്തിന് റാണ്ടൽ കൃത്യം അതിന്റെ മുകളിലായിരുന്നു. ഒന്ന് പ്രതികരിക്കുവാൻ പോലും അവന് സമയം കിട്ടിയില്ല. തുടർച്ചയായിട്ടുള്ള തിരമാലകൾ എന്നോണം മണ്ണും കല്ലും താഴേക്ക് പതിച്ചു. ഇതിനോടകം നാശാവസ്ഥയിലായ തടി താങ്ങുകൾ തീപ്പെട്ടി കൊള്ളികൾ പോലെ ഒടിഞ്ഞു തകർന്നു. ആദ്യത്തെ വീഴ്ചയിൽ തന്നെ റാണ്ടൽ മുട്ടുകുത്തി നിലത്തേക്ക് ഇരുന്നു പോയിരുന്നു. തന്റെ തല സംരക്ഷിക്കുവാനായിട്ട് അവൻ കൈകൾ ഉയർത്തിയതും കൈവശമുണ്ടായിരുന്ന ഫ്ലാഷ് ലൈറ്റ് ഇരുട്ടിലേക്ക് തെറിച്ചുപോയി. ചെളി നിറഞ്ഞ മണ്ണ് വെള്ളക്കെട്ട് പോലെ അവന് ചുറ്റും നിറഞ്ഞു. തൊട്ടു പിന്നാലെ അവന്റെ കാൽ കീഴിലെ നിലം വീണ്ടും താഴേക്കിടിഞ്ഞു. ഒരു വിള്ളലിലേക്ക് എന്നോണം റാണ്ടൽ നിലം പതിച്ചു. മണ്ണും അവശിഷ്ടങ്ങളും അവനെ ജീവനോടെ കുഴിച്ചു മൂടുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ മണ്ണും കല്ലും അവന്റെ നെഞ്ചുവരെ ഉയർന്നു. അതവനെ അവിടെ പൂർണ്ണമായിട്ടും കുടുക്കിക്കളഞ്ഞു. ചലിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ. അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ഭാരം അത് റാണ്ടലിനെ താഴേക്ക് അമർത്തുകയാണ്. ശ്വാസമെടുക്കുവാനായിട്ട് പോലും കഴിയുന്നില്ല. ചെളിമണ്ണ് അവന്റെ വായിലും മൂക്കിലും നിറഞ്ഞു. അതേ സമയത്ത് കൂടെയുണ്ടായിരുന്ന ഡാനിയേൽ കൂട്ടുകാരനെ രക്ഷിക്കുവാനായിട്ട് കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ അവന് വലിയ പരിമിതികൾ അതിനുണ്ടായിരുന്നു. അപ്പോഴും മണ്ണ് തുടർച്ചയായിട്ട് താഴേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. ഇതുമൂലം റാണ്ടലിന്റെ അടുത്തേക്ക് അടുക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഇടിഞ്ഞു വീഴുന്ന മണ്ണും ചെറിയ കല്ലുകളും ഒരാൾക്ക് നീക്കുവാനായിട്ട് കഴിയുന്നതിലും വലുതായിരുന്നു. തന്റെ സുഹൃത്ത് ടൺ കണക്കിന് അവശിഷ്ടങ്ങൾക്കടിയിൽ അപ്രത്യക്ഷമാകുന്നതും നോക്കി നിസ്സഹായനായിട്ട് നിൽക്കുവാനല്ലാതെ അയാൾക്ക് ഒന്നിനും കഴിയുമായിരുന്നില്ല. ക്രമേണ റാണ്ടലിന്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു. അവന്റെ കഷ്ടപ്പാടുകൾ അവസാനിക്കുകയാണ്. കൂടുതൽ മണ്ണ് താഴേക്ക് വീഴുവാൻ തുടങ്ങി. വർദ്ധിച്ചു വരുന്ന ഭാരം അവന്റെ നെഞ്ചിനെ ശക്തമായിട്ട് ഞെരിച്ചു. അതോടെ ശ്വാസമെടുക്കൽ കൂടുതൽ ദുഷ്കരമായി. പരിഭ്രാന്തിക്ക് പകരം ഭയാനകമായ ആ യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞു. താൻ മരിക്കുവാനായിട്ട് പോവുകയാണ്. വാരിയെല്ലുകളെ ഞെരുക്കിയ ഭാരം കാരണം ശ്വാസമെടുക്കുവാനായിട്ട് നെഞ്ച് വികസിപ്പിക്കുവാനായിട്ട് കഴിയുന്നില്ല. അവന്റെ ശ്വാസകോശങ്ങൾ ഓക്സിജന് വേണ്ടിയിട്ട് ദാഹിച്ചു. ഒഴുകി വന്ന മണ്ണ് റാണ്ടലിന്റെ മുഖത്തെ എല്ലാ ദിശയിൽ നിന്നും ഒരുപോലെ അമർത്തി. അതോടെ ശ്വാസം എടുക്കുവാനുള്ള അവസാനത്തെ സാധ്യതയും ഇല്ലാതെയായി. ക്രമേണ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കുറഞ്ഞു. ഒടുവിൽ ഭയാനകമായിട്ടുള്ള നിശബ്ദത മാത്രം അവിടെ അവശേഷിച്ചു. ഇത്രയും നേരം വരെ മനുഷ്യർക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിയുമായിരുന്ന ആ ഖനി ആയിരക്കണക്കിന് പൗണ്ട് മണ്ണും കല്ലും കൊണ്ട് പൂർണ്ണമായിട്ട് മടഞ്ഞു. ആ നാശനഷ്ടം വളരെ വലുതും അത് നീക്കം ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. അതോടെ ഡാനിയേൽ തുരങ്കത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള ഭാഗം വഴി വളരെ വേഗം തിരികെ നടന്നു. ഖനിയുടെ പുറത്ത് ചാടിയതും സഹായം തേടി അയാൾ പുറത്തേക്ക് പാഞ്ഞു. എന്നാൽ തന്റെ സുഹൃത്തിനെ രക്ഷിക്കുവാനായിട്ട് കഴിയില്ല എന്ന് അവൻ അറിയാമായിരുന്നു. കാരണം മണ്ണിടിച്ചിൽ അത്രയ്ക്കും വലുതായിരുന്നു. റാണ്ടൽ തന്റെ അവസാനത്തെ നിമിഷങ്ങൾ പരിപൂർണമായിട്ടുള്ള ഇരുട്ടിൽ ഏകനായിട്ട് കഴിച്ചുകൂട്ടി. 2 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തന സംഘത്തിന് അവിടെ എത്തുവാനായിട്ട് കഴിഞ്ഞത്. അവർ ഭാരമേറിയ ഉപകരണങ്ങളും അതുപോലെ ഖനനത്തിന് വേണ്ട ഉപകരണങ്ങളും കൊണ്ടുവന്നിരുന്നു. റാണ്ടലിന്റെ ജഡം കുഴിച്ചെടുക്കുവാനായിട്ട് വിശ്രമമില്ലാതെ അവർ കുഴിച്ചു. വീണ്ടും 2 മണിക്കൂറിന് ശേഷമാണ് അവന്റെ ശരീരം അവർക്ക് കണ്ടെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. ചരിത്രവും സാഹസികതയും ഒരുമിക്കുന്ന മൺമറഞ്ഞ സ്ഥലങ്ങൾ പര്യവേഷണം ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യുവ സൈനികൻ ഇതാ മരിച്ചിരിക്കുന്നു. റാണ്ടലിന്റെ ജഡം വീണ്ടെടുത്ത ശേഷം ആ ഖനി പൂർണ്ണമായിട്ടും അവർ അടച്ചു മൂടി. മറ്റുള്ള പര്യവേഷകർക്ക് ഇതേ വിധി സംഭവിക്കാതിരിക്കുവാനായിരുന്നു അത്. എന്നാൽ അലബാമയിലെ വനങ്ങളിൽ കാലം മറന്നുപോയ വനം വിഴുങ്ങിയ ഇത്തരം ഖനികൾ ഇപ്പോഴും ധാരാളമുണ്ട്. അത് സാഹസികരെയും കാത്തൊരു മരണക്കെണി പോലെ കിടപ്പുമുണ്ട്. റാണ്ടലിന്റെ മരണം പര്യവേഷണത്തിനിടയിൽ സംഭവിച്ച അപകടമായിട്ട് മിലിറ്ററി ഫയലുകളിൽ രേഖപ്പെടുത്തി. അടുത്ത കഥയും ഇതുപോലെ പരിചയക്കുറവുള്ള 2 ഡൈവർമാർ മറ്റുള്ളവരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് നടത്തിയ ഒരു സാഹസ യാത്രയുടെ കഥയാണ്. 1988 സെപ്റ്റംബർ 5 ഫ്ലോറിഡയിൽ സൂര്യൻ അസ്തമിച്ചിരുന്നു. മാർക്ക് ഹാപ്പും 21 വയസ്സുള്ള ഡെബി ഈവ്സും അവരുടെ 3ാമത്തെയും അവസാനത്തെയും ഡൈവിന് വേണ്ടിയിട്ട് സുവാനി കൗണ്ടിയിലെ ഓറഞ്ച് ഗ്രോവ് സിങ്കിലേക്ക് വന്നു. അപ്പോൾ സമയം രാത്രി 10:11 ആയിരുന്നു. ചുറ്റുമുള്ള കനത്ത ഇരുട്ട്
അവർക്ക് താഴെയുള്ള ഗുഹയിലെ ഇരുട്ടിനെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ കുറവായിരുന്നു. മാർക്കിന് വെറും 4 മാസം മുൻപാണ് കേവിംഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ഡെബിക്ക് വെറും 2 മാസം മുൻപും. ഈ സർട്ടിഫിക്കേഷൻ സൂചിപ്പിക്കുന്നത് ഇവർക്ക് കേവ് ഡൈവിംഗ് ചെയ്യുവാനായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട് എന്നാണ്. ശ്രദ്ധിക്കണം, അടിസ്ഥാനപരമായിട്ടുള്ള പരിശീലനം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് അപകടമില്ലാത്ത ഗുഹകളിൽ ഡൈവിംഗ് ചെയ്യുവാൻ മാത്രമാണ് ഇവർക്ക് അധികാരമുള്ളൂ. ഒരു ഓക്സിജൻ ടാങ്ക് ഉപയോഗിച്ചുള്ള ഡൈവിങ്ങും അതുപോലെ എളുപ്പത്തിൽ സഞ്ചരിക്കുവാനായിട്ട് കഴിയുന്ന സുരക്ഷിതമായിട്ടുള്ള ഗുഹകളും മാത്രമാണ് ഇവർക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയൂ. കൂടുതൽ അപകടം നിറഞ്ഞ കേവുകൾ പര്യവേഷണം ചെയ്യുവാനായിട്ട് വേറെ പരിശീലനവും അതുപോലെ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. എന്നാൽ അവരിപ്പോൾ വന്നിരിക്കുന്ന ഓറഞ്ച് ഗ്രോവ് സിംഗ എന്ന് വിളിക്കുന്ന ഈ കേവ് അവർക്ക് കിട്ടിയ പരിശീലനത്തിനും അപ്പുറമുള്ള ഒന്നായിരുന്നു. നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഒന്ന്. അതിന് കാരണം ഈ ഗുഹയിൽ സങ്കീർണമായിട്ടുള്ള നിരവധി വഴികൾ ഉണ്ടായിരുന്നു. ഇതുവഴി സഞ്ചരിച്ച് കൃത്യമായിട്ട് വഴി കണ്ടുപിടിച്ച് പുറത്തു വരണമെങ്കിൽ വലിയ തലത്തിലുള്ള പരിചയവും അതുപോലെ പരിശീലനവും ആവശ്യമാണ്. ഇവർക്കുള്ളതുപോലെ ബേസിക് കേവ് സർട്ടിഫിക്കേഷനുള്ള ഡൈവർമാർക്ക് ഓറഞ്ച് ഗ്രോവ് സിംഗ് പോലെ അപകടം പിടിച്ച ഗുഹ ഒരിക്കലും അനുയോജ്യമായിട്ടുള്ള ഒന്നായിരുന്നില്ല. മാത്രവുമല്ല, ഡെബി യൂസിന് തീരെ അനുഭവക്കുറവുണ്ട്. ഇത് സ്ഥിതി കൂടുതൽ അപകടത്തിലാക്കി. അടുത്ത കാലത്തായിട്ട് സർട്ടിഫിക്കേഷൻ ലഭിച്ച അവൾക്ക് ഇതിനോടകം വെറും 10 ഗുഹകളിൽ മാത്രമാണ് ഇറങ്ങി പരിചയമുള്ളൂ. അതും കൂടാതെ അവൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് പരിചയസമ്പന്നരായിട്ടുള്ള ഡൈവർമാർ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഉപകരണങ്ങളായിരുന്നില്ല. മറിച്ച് വാടകയ്ക്ക് കിട്ടുന്ന നിലവാരമില്ലാത്ത ഉപകരണങ്ങളായിരുന്നു. ഇത്തരം നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് അതൊക്കെ എങ്ങനെ നിയന്ത്രിക്കണമെന്നോ ഉപയോഗിക്കണമെന്നോ ഉള്ള ആശയക്കുഴപ്പം അവൾക്കുണ്ടായിരുന്നു. ഇതെല്ലാം അന്നത്തെ ഡൈവിങ്ങിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇവർ ആദ്യം തന്നെ തങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് അവരുടെ ഇൻസ്ട്രക്ടർമാരുമായിട്ടും അതുപോലെ മറ്റു പരിചയസമ്പന്നരായിട്ടുള്ള ഡൈവർമാരുമായിട്ട് സംസാരിച്ചിരുന്നു. എന്നാൽ പ്രതികരണം നേർ വിപരീതമായിരുന്നു. ഓറഞ്ച് ഗ്രോവ് സിംഗ് പോലെ അപകടം നിറഞ്ഞൊരു ഗുഹയിൽ ഇറങ്ങുവാനായിട്ട് അവർ തയ്യാറല്ല എന്ന് പരിചയസമ്പന്നരായിട്ടുള്ള ഡൈവർമാർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ വ്യക്തമായിട്ടുള്ള ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചു. വിദഗ്ധരുടെ ആ ഉപദേശം അവഗണിക്കുവാനായിട്ട് അവരെടുത്ത ആ തീരുമാനം ഒരു വലിയ തെറ്റായിരുന്നു. പ്രത്യേകിച്ചും കേവ് ഡൈവിങ്ങിൽ ക്ഷമിക്കുവാനായിട്ട് കഴിയാത്ത ഒന്ന്. അവരുടെ ആദ്യത്തെ തീരുമാനം ഗുഹയുടെ ഉള്ളിലെ ചലഞ്ച് സിംഗ എന്ന കേവിലേക്ക് പോകുവാനായിരുന്നു. പക്ഷെ അവിടെ മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുള്ളത് കൊണ്ട് അവിടേക്ക് പോകുവാനുള്ള തീരുമാനം അവർ ഉപേക്ഷിച്ചു. അവരുടെ പദ്ധതിയുടെ മറ്റൊരു പോരായ്മ ഇതായിരുന്നു. ഡെബിയുടെ കൈവശമുള്ള പ്രധാന ലൈറ്റിന് ഡൈവ് ചെയ്യുവാനായിട്ട് അവർ എടുക്കുന്ന മുഴുവൻ സമയവും തെളിഞ്ഞു നിൽക്കുവാനായിട്ട് കഴിയില്ല. അതിനു മുൻപായിട്ട് ഓഫ് ആകും. ഇക്കാര്യം അവർക്കും അറിയാമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് അവർ ഒരു UK 1200 ബാക്കപ്പ് ലൈറ്റ് കൂടി കൊണ്ടുപോകുവാനായിട്ട് തീരുമാനിച്ചു. ഇതുമൂലം ഡൈവിങ്ങിനിടയിൽ ഒരു ലൈറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇവിടെ വലിയൊരു കുഴപ്പമുണ്ട്. വെള്ളത്തിനടിയിൽ വെച്ച് പരിചയമില്ലാത്ത ഡൈവർമാർക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. വെള്ളത്തിന്റെ അടിയിൽ വെച്ച് ലൈറ്റ് മാറ്റി വയ്ക്കുവാനായിട്ട് പ്രത്യേക പരിശീലനം വേണ്ടതുണ്ട്. അതാകട്ടെ ഇവർക്ക് കിട്ടിയിട്ടുമില്ല. വൈകാതെ അവർ ഓറഞ്ച് ഗ്രോവ് സിംഗിലേക്ക് പ്രവേശിച്ച് മെല്ലെ ആ ഗുഹയിലെ വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. ഡൈവിങ്ങിന്റെ ആദ്യ ഭാഗം പദ്ധതി അനുസരിച്ച് തന്നെ നടന്നു. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കുവാനുള്ള വഴി കാട്ടുവാനായിട്ട് നിരവധി ലൈനുകളുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വഴികാട്ടി ലൈനുണ്ട്. അതിനെ പിന്തുടർന്നാണ് അവർ ആ ഗുഹയിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ഓക്സിജൻ മാസ്ക് ധരിച്ചുകൊണ്ട് ഗുഹയുടെ ഉള്ളിലെ തണുത്ത വെള്ളത്തിലേക്ക് അവർ ഇറങ്ങി. ഇതിനിടയിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു കാര്യം സംഭവിച്ചു തുടങ്ങി. വെള്ളത്തിന്റെ ഉള്ളിലെ മണ്ണ് ഇളകി, എന്നിട്ട് ചുറ്റും വ്യാപിക്കുവാനായിട്ട് തുടങ്ങി. അത് ചുറ്റുമുള്ള കാഴ്ചയെ കുറച്ചു. ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഡൈവർമാരുടെ ചലനം, അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങൾ മൺഭിത്തിയിൽ തട്ടുക, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്കിൽ വരുന്ന മാറ്റങ്ങൾ, അങ്ങനെ തുടങ്ങി പല കാരണം കൊണ്ടും വെള്ളം കലങ്ങാം. ഇത്തരം കേവുകൾക്കുള്ളിൽ വെള്ളം ഒരു തവണ കലങ്ങിയാൽ അത് വളരെ വേഗമൊന്നും അടിഞ്ഞ് വെള്ളം പഴയതുപോലെ തെളിയില്ല. ഏറെ നേരം അത് കലങ്ങിക്കിടക്കും. ഇതുമൂലം കാഴ്ചയും കുറയും. ഇത്രയും ആയതോടെ മാർക്കും ഡെബിയും തിരികെ വരുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അവരുടെ മടക്കയാത്ര അത്ര എളുപ്പമല്ലായിരുന്നു. അവർക്ക് കിട്ടിയ അടിസ്ഥാന പരിശീലനത്തിന് അതിനെ തരണം ചെയ്യുവാനായിട്ട് അത്ര എളുപ്പവുമല്ലായിരുന്നു. ഇതിനിടയിൽ ഡെബിയുടെ തലയിൽ ഉറപ്പിച്ചിരുന്ന പ്രധാന ലൈറ്റ് പ്രവർത്തനരഹിതമായി. ഇനി ബാക്കപ്പ് ലൈറ്റ് ഉപയോഗിക്കണം. അത് ഹെൽമറ്റിൽ ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് 2 കൈകളും ഉപയോഗിക്കണം. അവിടെയാണ് വലിയൊരു അപകടമുണ്ടായത്. 2 കൈകളും ഉപയോഗിച്ച് ഡെബി ലൈറ്റ് മാറ്റുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അപ്പോൾ മാർക്ക് മുൻപോട്ട് വന്ന് അവളെ സഹായിച്ചു. ഇതിനിടയിൽ ഇരുവരും പ്രധാനപ്പെട്ട വഴികാട്ടി ലൈനിൽ നിന്നും കൈവിട്ടകന്നു പോയിരുന്നു. അവർക്ക് ചുറ്റും കലങ്ങി മറിഞ്ഞ വെള്ളമാണുള്ളത്. അവരിപ്പോൾ ചെയ്ത ഈ ചെറിയ പിഴവ് ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. ബാക്കപ്പ് ലൈറ്റ് പ്രവർത്തിപ്പിച്ച ശേഷം മാർക്കും ഡെബിയും ഇത്രയും നേരം അവർ പിന്തുടർന്ന ലൈൻ കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. ഒടുവിൽ അവർ ഒരു ലൈൻ കണ്ടെത്തി. അതാണ് യഥാർത്ഥ വഴികാട്ടിയെന്ന് അവർ വിശ്വസിച്ചു. സത്യത്തിൽ അവരിപ്പോൾ കയറി പിടിച്ച ലൈൻ ആകട്ടെ തെറ്റായിട്ടുള്ള ഒന്നായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഗുഹകളിൽ നിരവധി ലൈനുകൾ ഉണ്ടായിരിക്കും. ഇതിൽ പലതും തെറ്റായിട്ടുള്ള വഴിയിലേക്കായിരിക്കും നയിക്കുക.
പരിചയമില്ലാത്ത ഡൈവർമാർക്ക് ഇതുമൂലം വലിയ അപകടം സംഭവിക്കാറുണ്ട്. ഇരുവരും തെറ്റായിട്ടുള്ള ലൈനിലൂടെ പിടിച്ച് കുറച്ചു ദൂരം മുൻപോട്ട് പോയി. അപ്പോഴാണ് അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായത്. അവർ ഇത്രയും നേരം കണ്ട കാഴ്ചകൾ പുതിയതായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകളെ ആയിരുന്നില്ല. ഒടുവിൽ മാർക്കും ഡെബിയും ഒരു സ്ലേറ്റ് ഉപയോഗിച്ച് പരസ്പരം ആശയവിനിമയം നടത്തി. വെള്ളത്തിന്റെ അടിയിൽ എഴുതുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോർഡുണ്ട്. അതുപയോഗിച്ചാണ് അവർ സംസാരിച്ചത്. വഴി തെറ്റിയെന്നും മനസ്സിലായതും അവർ യഥാർത്ഥ വഴി കണ്ടെത്തുവാനായിട്ട് വീണ്ടും തെറ്റായ ആ പാതയിലൂടെ പോയി. എന്നാൽ തുടർച്ചയായിട്ടുള്ള അവരുടെ ചലനങ്ങൾ ഗുഹയുടെ ഉള്ളിലെ മണ്ണിനെ കൂടുതലായിട്ട് ഇളക്കി. അനുനിമിഷം അവരുടെ കാഴ്ച കുറയുകയാണ്. ആ നിർണായക നിമിഷത്തിൽ ഡെബി മറ്റൊരു ലൈൻ കാണുകയാണ്. അതോടെ ഡെബി താൻ ഇതുവരെയും പിന്തുടർന്ന ലൈൻ ഉപേക്ഷിച്ച് പുതിയ ആ ലൈനിലേക്ക് മാറുവാനായിട്ട് തീരുമാനിച്ചു. നിലവിലുള്ള ലൈൻ ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് മാറുവാനുള്ള തീരുമാനം ഡൈവിംഗിന്റെ സുരക്ഷാ തത്വങ്ങൾക്ക് നേരെ എതിരായിരുന്നു. പരിചയസമ്പന്നരായിട്ടുള്ള ഡൈവർമാർ എപ്പോഴും വഴി കാട്ടുന്ന ലൈനുകളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധം നിലനിർത്താറുണ്ട്. ഡെബി അടുത്ത ലൈനിലേക്ക് നീന്തുന്ന സമയത്ത് ഇളകിയ മണ്ണ് മൂലം അവരുടെ കാഴ്ച പൂജ്യമായിട്ട് മാറിയെന്ന് പറയാം. ഈ അവസ്ഥയിൽ പരിചയസമ്പന്നരായിട്ടുള്ള ഡൈവർമാർക്ക് വരെ വഴി തെറ്റുവാനുള്ള സാധ്യതയുണ്ട്. മാർക്ക് ഡെബിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാനായിട്ട് ശ്രമിച്ചെങ്കിലും കലങ്ങിയ വെള്ളം മൂലം അവളുടെ ചലനങ്ങൾ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അയാൾ ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ സീറോ വിസിബിലിറ്റി മൂലം അവളെ കണ്ടെത്തുവാനായിട്ട് പരാജയപ്പെട്ടു. നിലവിലെ മോശമായിട്ടുള്ള സാഹചര്യവും ഡെബിയുടെ തിരോധാനവും കൂടാതെ തന്റെ ഓക്സിജൻ സിലിണ്ടറിലെ വായുവും കുറഞ്ഞു വരുന്നത് പരിഗണിച്ച് അവളെ ഉപേക്ഷിച്ച് ആ ഗുഹയിൽ നിന്നും ഏതു വിധേനയും പുറത്തേക്ക് പോകുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. ഒടുവിൽ ആ തെറ്റായ ലൈൻ പിന്തുടർന്ന് യഥാർത്ഥ ലൈൻ അയാൾ കണ്ടെത്തി. അതിനെ പിന്തുടർന്ന് ഗുഹയുടെ പ്രവേശന കവാടത്തിലും എത്തിച്ചേർന്നു. പിന്നെ സുരക്ഷിതമായിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് എത്രയും വേഗം അധികാരികളെ വിവരം അറിയിച്ചു. ഓറഞ്ച് ഗ്രോസിംഗിലെ കലങ്ങി മറിഞ്ഞ ലാബറിന്ത് വഴികളിൽ എവിടെയോ വെച്ച് ഡെബി അപ്രത്യക്ഷയായി. ഒടുവിൽ കേവ് ഡൈവർമാരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം അവൾ നേരിടുകയാണ്. അല്പസമയം കൂടി കഴിഞ്ഞാൽ കലങ്ങിയ വെള്ളം തെളിയുമായിരുന്നു. പക്ഷെ അതിന് സമയം ആവശ്യമാണ്. അത്രയും നേരം വരെ അവളുടെ ഓക്സിജൻ ടാങ്കിൽ വായു വേണ്ടതുണ്ട്. അതാണിപ്പോൾ ഇല്ലാത്തതും. അഥവാ വെള്ളത്തിന്റെ കലക്കം അടങ്ങി കാഴ്ച തിരിച്ചു വന്നാലും യഥാർത്ഥ പ്രവേശന കവാടത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയുന്ന യഥാർത്ഥ ലൈൻ അവൾക്ക് കണ്ടെത്തേണ്ടി വരും. അതിനും സമയം ആവശ്യമാണ്. അത്രയും നേരം തള്ളി നീക്കുവാനുള്ള ഓക്സിജനുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഏതു വിധത്തിൽ നോക്കിയാലും അവളുടെ മരണം അത് ഉറപ്പായിരുന്നു. വൈകാതെ ഈ ഗുഹയുടെ ഉള്ളിലെ സകല വഴികളും അറിയാവുന്ന പരിചയസമ്പന്നരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായിട്ട് സ്ഥലത്തെത്തി. വളരെ ആധുനികമായിട്ടുള്ള ഡൈവിംഗ് ഉപകരണങ്ങളുമായിട്ട് അവർ താഴേക്ക് ഇറങ്ങി. എന്നിട്ട് സൂക്ഷ്മമായിട്ടുള്ള തിരച്ചിൽ നടത്തി. മാർക്കിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡെബി ഇപ്പോൾ എവിടെയായിരിക്കും ഉള്ളതെന്ന് അവർ ഊഹിച്ചു. ഒടുവിൽ അവർ ഡെബിയുടെ ജീവനില്ലാത്ത ശരീരം ഗുഹയുടെ ഉള്ളിൽ നിന്നും കണ്ടെത്തുകയാണ്. അവളുടെ ജഡത്തിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരുന്നു. സിലിണ്ടറിലെ വായു ആകട്ടെ പൂർണ്ണമായിട്ടും തീർന്നിരുന്നു. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതിന് പല വിശദീകരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഡെബിയും മാർക്കും അവരുടെ കഴിവിനും അപ്പുറമുള്ള ഒരു കാര്യമാണ് ചെയ്തത്. അമേച്ചർ ഡൈവർമാർ ഒരിക്കലും തിരഞ്ഞെടുക്കുവാനായിട്ട് പാടില്ലാത്തൊരു ഗുഹയായിരുന്നു അവർ തിരഞ്ഞെടുത്തത്. രണ്ടാമതായിട്ട് ലൈറ്റ് മാറ്റുമ്പോൾ പ്രധാനപ്പെട്ട ലൈനുമായിട്ടുള്ള ബന്ധം അവർ നഷ്ടപ്പെടുത്തി. ഇത് ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ്. മാർക്ക് സുരക്ഷിതമായിട്ട് ഗുഹയിൽ നിന്നും പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും ഡെബിയുടെ ശരീരം വേഗത്തിൽ വീണ്ടെടുക്കുവാനും കഴിഞ്ഞത്. ഇത്രയുമാണ് ഇന്നത്തെ കഥകൾ. യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് അപകടത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കഥകൾ വലിയൊരു മുന്നറിയിപ്പാണ്. നമ്മൾ ഇതുപോലെയുള്ള എത്രയോ വാർത്തകളാണ് മിക്കപ്പോഴും പത്രത്തിൽ വായിക്കുന്നത്. പരിചയമില്ലാത്ത സ്ഥലത്ത് കൂട്ടുകാരുമായിട്ട് പോയിട്ട് അപകടത്തിൽപ്പെട്ടവരുടെ കഥകൾ. ആവേശം നല്ലതാണ്, പക്ഷെ അമിതാവേശം പലപ്പോഴും ജീവനെടുക്കും. അതാണ് ചരിത്രം.